നമ്മൾ നേരെ കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. അവിടെ SKGM സ്കൂളിലേക്ക് കോഴിക്കോട് നിന്നുള്ള സൈന്യത്തിന്റെ ആർമിയുടെ ഹെലികോപ്റ്റർ ഇതാ പറന്നെത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ലാൻഡ് ചെയ്യും. 12 അംഗ സംഘത്തെയും കൊണ്ട് സൂചിപ്പാറയിലെ മേഖലകളിലേക്ക് തെരച്ചിലിനായി പുറപ്പെടും. ഇന്ന് 8 മണിയോടുകൂടി പുറപ്പെടേണ്ട ഹെലികോപ്റ്റർ ആയിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നു, മഴ പെയ്തു. പിന്നീട് മഴ മാറിയപ്പോൾ അവിടെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് ചെയ്യാൻ പ്രയാസമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. മഴയുണ്ടായിരുന്നു ആ ഭാഗത്ത്. കൽപ്പറ്റയിൽ മഴ മാറിയപ്പോൾ മുണ്ടക്കൈയിൽ മഴ മാറിയില്ലായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ആർമിയുടെ ഹെലികോപ്റ്റർ കൽപ്പറ്റയിലേക്ക് എത്തുകയാണ്. ഈ ഹെലികോപ്റ്ററിലായിരിക്കും 12 അംഗ സംഘം ആർമിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരുമുള്ള അടങ്ങുന്ന സംഘം സൂചിപ്പാറയിലേക്ക് പോവുക. അവിടെ റോപ്പ് വഴി രക്ഷാപ്രവർത്തകരെ സൈനികരെ താഴേക്ക് ഇറക്കും. മൃതദേഹങ്ങൾ അവിടെയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ എയർലിഫ്റ്റ് ചെയ്യാനായിരിക്കും സാധ്യത, അല്ലാതെ മറ്റ് വഴി പ്രയാസമായിരിക്കും. ബിജു, ഇപ്പോൾ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തി ഉടൻ തന്നെ ഈ ആളുകളെയുമായി പോവില്ലേ? അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങിയ ശേഷം തയ്യാറായിരിക്കുന്ന സേനാ അംഗങ്ങളുണ്ട്. അവരെ 12 പേരുണ്ട്. അവരെ ഹെലികോപ്റ്ററിലേക്ക് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ എത്തുന്നത് ദൃശ്യങ്ങൾ കാണുന്നുള്ള ഇതിൽ കയറാനുള്ള സന്നദ്ധ സേനാംഗങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കൽപ്പറ്റ SKMJ സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങിയാണ്. ആർമി ഉദ്യോഗസ്ഥർ അതുപോലെ സംസ്ഥാന പോലീസിലെ ഉന്നതരുമെല്ലാം ഇവിടെയുണ്ട്.